നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെയുള്ളത് അർജുനാണ്. അർജുൻ, നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കേരളത്തിലൊരു പ്രത്യേക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 2018 സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഒരു സ്ത്രീ പ്രവേശനം ഉണ്ടായി. അന്ന് വലിയ കേരളം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയി LDF സർക്കാരിനെ അതിനെ പ്രതിരോധിക്കുകയും സ്ത്രീകളെ കയറ്റുകയും ചെയ്യുന്ന വലിയൊരു സംഭവം ഉണ്ടായി. അതായത് വിശ്വാസികളുടെ ആ ഒരു വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു രീതിയാണ് അന്ന് സർക്കാർ സ്വീകരിച്ചിരുന്നത്. അന്ന് ഭയങ്കര വലിയ രീതിയിലുള്ള തങ്ങൾ നവോത്ഥാനം നടപ്പിലാക്കുകയാണെന്നൊക്കെയുള്ള പല സംഭവങ്ങളായിട്ടാണ് അന്ന് വന്നത്. പക്ഷെ ഇന്ന് അതേ സർക്കാർ നേരെ യൂട്ടേൺ അടിച്ചിരിക്കുകയാണ്. ഇന്ന് അവരൊരു ലോകത്ത് ഒരു അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ അടുത്ത മാസമാണ് നടക്കുന്നത്. അപ്പം വോട്ട് ബാങ്ക് തന്നെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം. അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ. വേണ്ട കാലഘട്ടത്തിൽ വേണ്ട പോലെ വോട്ട് ബാങ്ക് ഉപയോഗിക്കാൻ CPM-ന് അത്രോളം നല്ലൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിലില്ല. ന്യൂനപക്ഷ പ്രീണനമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഭൂരിപക്ഷ പ്രീണനമായിക്കൊള്ളട്ടെ, വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ CPM-നെ നല്ല രീതിയിൽ അറിയാം. നമുക്കറിയാം, അന്ന് 2018 ആ ഒരു വിധി നടപ്പാക്കിയതിനു ശേഷം അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒരു തിരിച്ചടി നേരിട്ടിരുന്നു. അതിന് തുടർന്ന് കണ്ട് തന്നെ CPM പിന്നെ ഗൃഹപ്രവേശനം നടത്തിയിരുന്നു. തങ്ങളുടെ ആ ഒരു നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൃഹപ്രവേശനം നടത്തിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണനാണ് എല്ലാ വീടുകളിലും കയറി ഇറങ്ങിയത്. തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നമുക്കറിയാം ന്യൂനപക്ഷ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഈ പറയുന്ന നിയമസഭാ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ. നിയമസഭാ ഇലക്ഷന് മുന്നേ അദ്ദേഹം ഒരു പ്രസ്താവന കൂടി നയിച്ചു. UDF ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളം ഹസനും കോയയും അമീറും ഭരിക്കുമെന്നുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിരുന്നല്ലോ അപ്പൊ അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമായിരുന്നല്ലോ. അപ്പോൾ വേണ്ട കാലഘട്ടങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിൽ ന്യൂനപക്ഷ പ്രീണനമാവട്ടെ ഭൂരിപക്ഷ പ്രീണനമാവട്ടെ എങ്ങനെ നടത്തണം എന്നത് CPM-നെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അവരത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നടത്തി. ഇപ്പോഴത്തെ ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നിൽ എന്തായിരിക്കും? ഇപ്പോഴത്തെ ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നിൽ നമുക്കറിയാം, ഇപ്പൊ വൻതോതിൽ ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥ. അല്ല, അത് പ്രത്യേകിച്ച് എനിക്കൊന്ന് ഈഴവ വോട്ടുകളാണെന്ന് തോന്നുന്നു. അതെ, പ്രത്യേകിച്ച് നമ്മുടെ ആലപ്പുഴയിലും ആലപ്പുഴയിലും ഉൾപ്പെടെ വലിയ തോതിൽ ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് CPM-ന് വലിയ തോതിൽ ക്ഷീണം സംഭവിച്ചു. അതുകൊണ്ടാണല്ലോ BJP കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 20% വോട്ട് ഷെയർ വർദ്ധിച്ചതിന്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. തിരിച്ചറിയുന്നുണ്ട്. അത് പ്രധാന കാരണം അത് തന്നെയാണ്. അപ്പോൾ CPM അത് തിരിച്ചറിഞ്ഞു. അപ്പൊ ഈ പറയുന്ന വിശ്വാസി സംഗമം നടത്തുന്നതിലൂടെ ഈ പറയുന്ന വിശ്വാസികളെ CPM-ലേക്ക് അടുപ്പിക്കുക എന്നൊരു ലക്ഷണം കൂടിയുണ്ട്. അപ്പൊ നമുക്കറിയാലോ, ഈ കഴിഞ്ഞിടയ്ക്കാണ് ഗോവിന്ദ മാഷ് മാധവ പൊതുവാളിനെയൊക്കെ കാണാൻ പോയത്. വിശ്വാസത്തിനൊക്കെ എതിരെ നിൽക്കുന്ന കൂട്ടരാണ്. പക്ഷേ മാധവ പൊതുവാളിനെയൊക്കെ കണ്ട് ജ്യോതിഷവും ജാതകവും ഒക്കെ കുറിച്ചുകൊണ്ട് ആ ഒരു നിലപാടിലേക്ക് വരെ പാർട്ടി എത്തിയായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ന്യൂനപക്ഷ പ്രീണനമാവട്ടെ ഭൂരിപക്ഷ പ്രീണനമാവട്ടെ അതാത് സമയത്ത് വേണ്ട പോലെ നടപ്പാക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം അറിയാം. അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ് അതിന് ഈ വിഷയത്തെ നോക്കി കാണേണ്ടത്. അല്ല, ഞാൻ നോക്കുന്നത് എനിക്കൊന്ന് പിണറായി വിജയൻ സർക്കാരിന് ഉൾപ്പെടെ ഈ ശബരിമലയിൽ വലിയ പ്ലാനുകൾ ഉണ്ടെന്നാണ് എനിക്കും തോന്നുന്നത് പലപ്പോഴും. കാരണം സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനമാണ് പലപ്പോഴും മറ്റ് ക്ഷേത്രങ്ങളെ കൂടി കൊണ്ടുപോകുന്നത്. അവിടുത്തെ ഒരു വരുമാനം കൊണ്ടാണ് മറ്റ് ചിലവുകൾ കൂടെ നടക്കുന്നത്. അപ്പം നമുക്കറിയാം 5500-ഓളം വലിയൊരു ആളുകൾ ജോലി ചെയ്യുന്നൊരു സംവിധാനമാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിനു വേണ്ടിയുള്ള ശമ്പളം വേണം, അതല്ലാതെ മറ്റു വരുമാനങ്ങൾ വേണം. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് ശബരിമല സംബന്ധിച്ച് ഉണ്ട്. അപ്പം അത് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു ഇതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. അതെ, അതിലൂടെയാണ് വന്നത്. അപ്പോഴത്തേനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ഇതേ സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാമല്ലോ, ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. സനാതന ധർമ്മം അശീലമാണ്. അദ്ദേഹം പറഞ്ഞതിനോടൊന്നും സമ്പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കാതിരിക്കുന്നില്ല. എന്നിട്ട് അവരും ഈ പറയുന്ന പോലെ ഇപ്പൊ ഭൂരിഭക്തി സംഗമം നടത്തുകയാണ്. അല്ല, ഈ അയ്യപ്പ സംഗമത്തിൽ അവിടുന്ന് ആള് വരുന്നുണ്ട്. അയ്യപ്പ സംഗമത്തിൽ അവിടുന്ന് ആള് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ DMK-യുടെ ലൈനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈനും എന്ന് പറയുന്നത് ഭൗതികമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസുമാണ്. അതിന് വിശ്വാസത്തിനൊന്നും സ്ഥാനമില്ല. നമുക്കറിയാവുന്നതാണ്, വിശ്വാസത്തിനൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റത്തില് വിശ്വാസത്തിന് സ്ഥാനമില്ല. ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആവാനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മതവിശ്വാസി ആവാനോ കഴിയില്ല. കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കി ാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് മറ്റുള്ള പാർട്ടികളെ പോലെയല്ല. ഈ പാർട്ടിയുടെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് മതവിശ്വാസം പാടില്ല എന്നുള്ളത് സഖാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കണ്ടെത്തിയത്. അതെ, അതുമുണ്ട്. അങ്ങനെ
ആ തരത്തിലുള്ള നിലപാടുകളൊക്കെ ഉണ്ട്. ഇതിപ്പോ നമുക്ക് അതായത് ഒരു നുണ ആണെന്ന് തന്നെ പറയേണ്ടി വരും. അത് പുള്ളി ന്യായീകരിച്ച് ഷുഗറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണെന്നാണ് പുള്ളി അതിനെ ന്യായീകരിച്ചത്. MV ഗോവിന്ദൻ മറ്റേ പൊതുവാളിനെ കാണാൻ പോയ സംഭവം ഇത് അതുപോലെ തന്നെ ന്യായീകരിച്ചത്. അദ്ദേഹം സുഹൃത്താണെന്നുള്ള രീതിയിലാണ് ന്യായീകരിച്ചത്. നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മോള് വരെ മറ്റേ ക്ഷേത്രം സന്ദർശിച്ചില്ലായിരുന്നു. അന്ന് ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തു, എന്ത് വഴിപാട് കഴിപ്പിക്കുകയും ചെയ്തായിരുന്നു. അത് പിന്നീടാണല്ലോ അത് പുറത്തു വന്നത്. അതിന്റെ വിശദാംശങ്ങൾ പിന്നീടാണല്ലോ പുറത്തു വന്നത്. സന്ദേശ സിനിമയിൽ പറയുന്ന പോലെയാണോ എന്താ സാറ് സഖാവ് മുണ്ടിട്ട് പോകുന്നു ഞാനും കണ്ടു. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലേക്കാണ്. പക്ഷേ ഈ പറയുന്ന അതേസമയം ന്യൂനപക്ഷ പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വ്യക്തമായ നിലപാടെടുക്കാൻ അവർക്കറിയാം. ഗാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൗരത്വ റാലി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈജാക്ക് ചെയ്യാനും ആ പറയുന്ന മുസ്ലിം വോട്ടുകൾ നേടാനും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. മുസ്ലിം വോട്ടുകൾ നേടുന്ന കാര്യത്തിൽ അവർ പിൻവാങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ പിൻവാങ്ങിയിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പോലെ മുസ്ലിം വോട്ടുകൾ ഒന്നും തന്നെ കിട്ടിയില്ല, വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വൻതോതിൽ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. കാരണം ഈ എന്താണ് മുമ്പ് ഈഴവ വോട്ടുകൾ നഷ്ടപ്പെടുത്തിയാൽ മുസ്ലിം വോട്ട് കിട്ടുമെന്നുള്ള ആശ്രയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ മുസ്ലിം വോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നഷ്ടപ്പെട്ടു പോയ ഈഴവ വോട്ടുകൾ തിരികെ പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടൊരു ഗിമ്മിക്ക് മാത്രമാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം എന്നുള്ളത്. അതിൽ കൂടുതൽ യാതൊന്നുമില്ല. കാരണം നമുക്കറിയാമല്ലോ, അതായത് ഈ പറയുന്ന അതൊരു നവോത്ഥാന വിധിയാണ്, ഇല്ല എന്നുള്ളതിൽ തർക്കമില്ല. സ്ത്രീകളെ പ്രവേശിക്കണം എന്നുള്ളത് നവോത്ഥാന വിധിയാണ്. അത് തിടുക്കമുച്ച് നടപ്പാക്കിയത് വിശ്വാസികളുടെ നെഞ്ചത്ത് ചവിട്ടിയാണ് ഇടതുപക്ഷ സർക്കാർ അത് നടപ്പാക്കിയത്. അതിൽ അന്ന് അവർക്ക് യാതൊരു വീഴ്ചയും ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ലോങ് ടൈമിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുക എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ ലോങ് ടേമിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടണ്ടായിരുന്നല്ലോ. പക്ഷേ പൂർവാധികം ശക്തിയോട് തിരിച്ചു. എന്നാലും ഞാൻ പറയുന്നത്, എന്നാലും ആളുകൾക്കൊരു ചിന്ത ഉണ്ടാവില്ല, ഇന്ന പോലൊരു സംഭവം ഉണ്ടാവില്ല. ഇപ്പം ആദ്യ തവണ പോലും ആ ഒരു സമയത്തും എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിലുള്ളവർ അതിനെ പൂർണ്ണമായി എതിർക്കുന്നവരുണ്ടായിരുന്നു. അവർ പറഞ്ഞത് നവോത്ഥാനം മറ്റു മതങ്ങളിലേക്ക് കൂടി ആവശ്യമുണ്ട്. മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കൂടി പ്രവേശിപ്പിക്കേണ്ടതാണ്. കന്യാസ്ത്രീമാർക്ക് എന്തുകൊണ്ട് ബിഷപ്പ് ആയിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ കുർബാന അർപ്പിച്ചുകൂടാ. അങ്ങനെ ഒരു നിലപാടേ ഈ പറയുന്ന വിശ്വാസികളുടെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റു മതങ്ങളിലും നവോത്ഥാനം വേണം, അതോടൊപ്പം തന്നെ ഈ നമ്മുടെ മതങ്ങളിലും നവോത്ഥാനം വേണം എന്നൊരു നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചു പോന്നിരുന്നത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു സർക്കാരിന് വ്യഗ്രത ഉണ്ടായിരുന്നു. മറ്റു മതങ്ങളുടെ കാര്യത്തിലൊന്നും വ്യഗ്രത ഇല്ലായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അതെനിക്ക് തോന്നുന്നു ഈ സമൂഹം അസംഘടിത സമൂഹമാണല്ലോ, ഒരു കുത്തഴിഞ്ഞ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഘടിതമായിട്ട് നിൽക്കാനുള്ള കഴിവ് ഈ സമൂഹത്തിന് ഇല്ല. അതിനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതില്ലാത്തതുകൊണ്ടാണല്ലോ BJP കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്തത്. സംഘടിതമായി ചേർന്നുകൊണ്ട് BJPക്ക് വോട്ട് നൽകാത്തതുകൊണ്ട്, മറ്റൊരു പ്രദേശങ്ങളിലെ പോലെ വോട്ട് നൽകാത്തത് കൊണ്ടാണല്ലോ BJP കേരളത്തിൽ ക്ലച്ച് പിടിക്കാത്തത്. വോട്ട് റൈസ് ഉണ്ട്, വോട്ട് വർധനവുണ്ട്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. മറ്റു സമൂഹങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയല്ല. മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയല്ല. അവർ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരുടെ തീരുമാനം. ക്രിസ്ത്യൻ സമൂഹത്തിന് ഇന്ന് ശക്തി ഒരുപാട് ക്ഷയിച്ചിരിക്കുന്നു. ഇന്ന് ആ കാലങ്ങളിൽ പണ്ടത്തെ ശക്തി ഇന്ന് കേരള കോൺഗ്രസിന്റെ ഒരു ദൗർബല്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഇന്ന് ആ ഒരു രീതിയിലുള്ള ശക്തി കേരള കോൺഗ്രസിന് ഇല്ല പണ്ടത്തെ പോലെ. പക്ഷേ ബിഷപ്പ്മാർ ഇപ്പോഴും ഒരു ത്രട്ടണിങ് സ്വഭാവം അവരും പലപ്പോഴും സർക്കാരുകൾക്ക് നേരെ ഉയർത്താറുണ്ട്. പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ പലപ്പോഴും അവരും ഉയർത്താറുണ്ട്. പക്ഷെ അതൊന്നും വിശ്വാസികൾ കണക്കിലെടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ ഒരു വോട്ട് ഷെയർ പലപ്പോഴും കുറവാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഹിന്ദു വോട്ടുകളാണ് പലപ്പോഴും സർക്കാരിനെ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളാണ് സഹായിക്കുന്നത്. അപ്പം മാത്രമല്ല ഈ ദളിത് വോട്ടുകളും ഉണ്ടല്ലോ, അത് വൻതോതിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അങ്ങനെ. പക്ഷേ ലോക്സഭ വരുമ്പോഴത്തേക്ക് ഈ വോട്ടുകളെല്ലാം തന്നെ UDFനാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയത്. വടകരയിൽ, കണ്ണൂർ, ആലപ്പുഴയിൽ, ആറ്റിങ്കൽ എല്ലാ പ്രദേശത്തെയും ഭൂരിപക്ഷം മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. വടകരയിലൊക്കെ ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിന് മേലെയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ലോക്സഭ വരുമ്പോഴത്തേക്ക് ഈ വോട്ട് ഷെയറുകളൊക്കെ എവിടെ പോയെന്നുള്ളതും നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും. എന്നിരുന്നാലും ഭൂരിപക്ഷ സമൂഹത്തെ ഒന്ന് പ്രീണിപ്പിച്ച് നിർത്തി ഭൂരിപക്ഷ സമൂഹത്തെ ഈ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു ദുരുദ്ദേശത്തിന്റെ പേര് മാത്രമാണ്. അതായത് പോയ വോട്ടുകളൊക്കെ പോയ വോട്ടുകൾ ഇതുവഴി ഭൂരിപക്ഷ പ്രകടനം വഴി തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നിലവിലേക്ക് എത്തിയിട്ടുള്ളത്. അതാണ് നമ്മൾ കാണുന്നത്. അതായത് ഗതികെട്ട് തോൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നവോത്ഥാന മൂല്യങ്ങളെ തള്ളിപ്പറയേണ്ടി വരുന്നു. ഇപ്പം തങ്ങളുടെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ പൂർണ്ണ രൂപമായിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങളെ സമ്പൂർണ്ണമായിട്ട് തള്ളിപ്പറയേണ്ടി വന്നു ഇപ്പൊ. അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, താങ്ക് യു.